നമസ്കാരം. റാഫ് ടോക്ക് മലയാളത്തിലേക്ക് അവർക്കും സ്വാഗതം. അങ്ങനെ ഒരു മത്സരത്തിൻ്റെ ഇടവേളയ്ക്ക് ശേഷം ബ്ലാസ്റ്റേഴ്സ് വീണ്ടും പൊട്ടിയിരിക്കുന്നു. ജംഷഡ്പൂരിനോട് കഴിഞ്ഞ 6 മത്സരങ്ങളായിട്ട് ബ്ലാസ്റ്റേഴ്സ് തോറ്റിരുന്നില്ല. എന്നാൽ ഇപ്പോൾ അതുമായി ജംഷഡ്പൂരിൽ പോയി ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് ബ്ലാസ്റ്റേഴ്സ് പരാജയപ്പെട്ടിരിക്കുന്നത്. പ്രതീക് ചൗധരിയാണ് ജംഷഡ്പൂരിൻ്റെ വിജയ ഗോൾ കണ്ടെത്തിയത്. അവരുടെ മൈതാനത്ത് വെച്ച് നടന്ന മത്സരത്തിൽ ബ്ലാസ്റ്റേഴ്സിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചുകൊണ്ട് ജീസസ് ഹീമനസിൻ്റെ അഭാവത്തിൽ കോമെ പെപ്ര, നോഹ് സദോയി, അഡ്രിയാൻ ലൂണ, കോരു എന്നിവരൊക്കെ ഒരുമിച്ചാണ് അണിനിരുന്നത്. മറുഭാഗത്ത് മുൻ ബ്ലാസ്റ്റേഴ്സ് താരം ജോർഡൻ മൊറേയും അതുപോലെ സനാനും ഹെർണാണ്ടസും ഒക്കെ ചേർന്നുകൊണ്ട് ജംഷഡ്പൂരിൻ്റെ മുന്നേറ്റങ്ങൾ നയിച്ചു. ആദ്യ പകുതി ഗോൾ രഹിതമായിരുന്നു. ബ്ലാസ്റ്റേഴ്സിൻ്റെ ഭാഗത്തു നിന്ന് മുന്നേറ്റങ്ങൾ ഉണ്ടായിരുന്നു. എതിരാളികളും കിട്ടിയ അവസരങ്ങളിൽ ബ്ലാസ്റ്റേഴ്സ് നിരയിലേക്ക് എത്താൻ വേണ്ടി ശ്രമിച്ചു. സച്ചിൻ്റെ ഭാഗത്തുനിന്ന് ഒരു ഘട്ടത്തിൽ ബോൾ ഡ്രോപ്പ് ചെയ്യപ്പെട്ടെങ്കിലും കളക്ട് ചെയ്യുന്നതിൽ അദ്ദേഹം പരാജയപ്പെട്ടെങ്കിലും പിന്നീട് വന്ന ഷോട്ടിൽ അത് ഗോളായില്ല. ഒരുവിധം പുറത്തേക്ക് അങ്ങനെയൊക്കെ രക്ഷപ്പെട്ടു പോയി. ആദ്യ പകുതി അവസാനിക്കുമ്പോൾ ഗോൾ രഹിതമായിരുന്നെങ്കിൽ രണ്ടാം പകുതിയിൽ 61-ാമത്തെ മിനിറ്റിലാണ് പ്രതീക് ചൗധരിയുടെ ഗോൾ പിറക്കുന്നത്. ആ ഗോൾ ആദ്യം ലൈൻസ്മാൻ അത് ഫ്ലാഗ് ഉയർത്തി, ഒരു ചെറിയ കൺഫ്യൂഷനൊക്കെ ഉണ്ടായെങ്കിലും റെഫറി പിന്നെ കറക്റ്റ്ലി അത് ഓഫ് സൈഡ് അല്ല, ഗോൾ തന്നെയാണ് എന്ന് വിധിക്കുകയായിരുന്നു. അങ്ങനെ 61-ാമത്തെ മിനിറ്റിൽ പ്രതീക് ചൗധരിയിലൂടെ ജംഷഡ്പൂർ ലീഡെടുത്തു. ബ്ലാസ്റ്റേഴ്സ് ഗോൾ മടക്കാനുള്ള ശ്രമങ്ങൾ അതിനുശേഷം ഒന്നുകൂടി ശക്തിപ്പെടുത്തിയെങ്കിലും അതൊന്നും ഫലവത്താവാതെ വന്നതോടെ ഏകപക്ഷീയമായ ഒരു ഗോളിൻ്റെ വിജയത്തോടെ ജംഷഡ്പൂർ FC ഇപ്പോൾ 4ാം സ്ഥാനത്തേക്ക് ഉയർന്നിരിക്കുകയാണ്. അതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. അതാണ് അവർ 12 കളികളിൽ നിന്ന് 21 പോയിന്റോടെ 4ാമതെത്തുമ്പോൾ ബ്ലാസ്റ്റേഴ്സ് 14 കളികളിൽ നിന്ന് 14 പോയിന്റോടെ 10ാം സ്ഥാനത്ത് പരിതാപകരമായ നിലയിൽ തുടരുന്നു. വീഡിയോ അവസാനിക്കുന്ന ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ് ടോക്സ് എത്താം.